ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നയാളാണ് ഒരിക്കൽ നിങ്ങളുടെ മരണത്തിന് കാരണമാകുന്നത് എങ്കിലോ? 2025 സെപ്റ്റംബർ 24 ഗാസിയാബാദിലെ ഒരു ടാക്സി ഡ്രൈവറാണ് യോഗേഷ്. താൻ ആർക്കു വേണ്ടിയാണോ രാവും പകലും കഷ്ടപ്പെടുന്നത്, ആ ഭാര്യ തന്നെയാണ് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്ന് ഒരിക്കലും അദ്ദേഹം കരുതിയിരുന്നില്ല. ഇതൊരു പ്രണയത്തിൻ്റെ കഥയല്ല, ഇതൊരു വഞ്ചന, വിശ്വാസാഘാതം. ഭർത്താവിനെ ഭാര്യ തന്നെ തൻ്റെ കാമുകനോടൊപ്പം ചേർന്ന് കൊല്ലുന്നൊരു ക്രൂര ഗൂഢാലോചനയുടെ കഥയാണ്. 31 വയസ്സുള്ള യോഗേഷ് ബിജ്നൂർ ജില്ലയിലെ രത്നഘട്ട് ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി ഭാര്യ പൂജയും 2 ചെറിയ കുട്ടികളുമായി ഗാസിയാബാദിലെ ഷാഹിബാബാദിലേക്ക് താമസം മാറി. 7 വയസ്സുള്ള ഒരു കുട്ടിയും 4 വയസ്സുള്ള മറ്റൊരു കുട്ടിയും ഉണ്ട്. ഇവർക്ക് വേണ്ടിയാണ് യോഗേഷ് ജീവിച്ചത്. രാവിലെ മുതൽ രാത്രി വരെയും കഠിനാധ്വാനം ചെയ്യും. ഒരിക്കൽ ടാക്സി ഓടിക്കും, മറ്റൊരു സമയം ഫാക്ടറിയിൽ ജോലി ചെയ്യും. എല്ലാം തൻ്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. 2013 പൂജയുമായി വിവാഹം കഴിച്ചപ്പോൾ ജീവിതം അങ്ങ് സെറ്റായി എന്ന് അയാൾ വിശ്വസിച്ചു. പക്ഷേ അയാൾ സ്വന്തം വീടായി കരുതിയ ഇടം തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയത്. 27 വയസ്സുള്ള പൂജ പുറമേ കാണാൻ ഒരു സാധാരണ ഗൃഹനാഥ, പക്ഷെ അകത്ത് മറ്റൊരു ജീവിതമായിരുന്നു. 3 വർഷമായി അവൾക്ക് ആശിഷ് എന്നയാളുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. 31 വയസ്സുള്ള ആശിഷ് ബുലന്ദ്ഷഹർ ജില്ലയിലെ കൗര ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ്. ഇപ്പൊ ഹാപൂറിലാണ് താമസം. അവരുടെ ആ ഒരു ബന്ധം അത്രയേറെ ആഴത്തിലുള്ളതായിരുന്നു. പൂജ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ആശിഷിനോടൊപ്പം പുതിയ ജീവിതം തുടങ്ങാൻ വരെ തീരുമാനിച്ചിരുന്നു. അതിനാൽ അവൾ പല തവണ യോഗേഷിനോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരുന്നു. ഇനി നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്നവൾ തുറന്നു പറഞ്ഞു. പക്ഷെ യോഗേഷ് അതിനൊരിക്കലും സമ്മതിച്ചില്ല. തൻ്റെ കുടുംബം തകരാൻ അവൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. കുട്ടികൾ അച്ഛനില്ലാതെ വളരാൻ അനുവദിക്കാൻ അവനാകില്ലായിരുന്നു. അവൻ്റെ ആ ഇല്ല എന്ന തീരുമാനം തന്നെയാണ് അവൻ്റെ മരണത്തിനും വഴിയൊരുക്കിയത്. ഒരു ഘട്ടത്തിന് ശേഷം പൂജയ്ക്ക് ഒരു കാര്യം വ്യക്തമായി: യോഗേഷ് ഒരിക്കലും തനിക്ക് ഡിവോഴ്സ് നൽകില്ല. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അവളുടെ പുതിയ ജീവിതം ഒരിക്കലും സാധ്യമാകില്ല എന്ന്. അതിനാൽ പൂജയും ആശിഷും ചേർന്ന് ഒരു ഭീകരമായ തീരുമാനം എടുത്തു: യോഗേഷ് ഇനി ജീവനോടിരിക്കരുത്. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യം അല്ലായിരുന്നു. എങ്കിലും അവരൊട്ടും പിന്മാറിയില്ല. ആദ്യ ശ്രമം 2025 സെപ്റ്റംബർ 13 ബിജ്നോർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അവിടെ വെച്ച് യോഗേഷിനെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. രണ്ടാമത്തെ ശ്രമം സെപ്റ്റംബർ 15 ഷാഹിബാബാദ് റെയിൽവേ സ്റ്റേഷൻ. അതും കൂടി പരാജയപ്പെട്ടു. പക്ഷേ പൂജയും ആശിഷും അതോടുകൂടി നിർത്തിയില്ല. മൂന്നാമത്തെ ശ്രമം അത് വളരെ കൃത്യമായ പ്ലാൻ ആയിരുന്നു. ആശിഷ് തൻ്റെ പരിചയക്കാരനായ ചന്ദ്രപാലിനെ സമീപിച്ച് യോഗേഷിനെ കൊല്ലാൻ 1 ലക്ഷം രൂപയുടെ ഒരു കരാർ നൽകി. ചന്ദ്രപാൽ തൻ്റെ കൂട്ടാളിയായ പ്രവീണിനെയും കൂടെ ചേർത്തു. ഇപ്പോൾ പ്ലാൻ എല്ലാം റെഡിയായി. 2025 സെപ്റ്റംബർ 24 ആ ദിവസം പൂജ യോഗേഷിനെ വിളിച്ചു. ഇന്ന സ്ഥലത്തേക്ക് വരൂ, നമുക്കവിടെ സംസാരിക്കാമെന്ന്. യോഗേഷ് അവളെ അപ്പോഴും അതിരില്ലാതെ സ്നേഹിച്ചിരുന്നു. ഒരുപക്ഷെ അവൾ മനസ്സ് മാറിയിട്ടുണ്ടാകാമെന്നവൻ കരുതി. ഒരു തരത്തിലുള്ള സംശയവും ഇല്ലാതെ അവൾ പറഞ്ഞ സ്ഥലത്തിലേക്ക് പോയി. സരസ്വതി മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഒരു കാട്ടുപ്രദേശമായിരുന്നു അത്. അവിടെ എത്തിയപ്പോൾ പൂജ ആശിഷിനൊപ്പം നിൽക്കുന്നത് യോഗേഷ് കണ്ടു. ആ സെക്കൻഡ് തന്നെ യോഗേഷിനെല്ലാം മനസ്സിലായി. അവൻ്റെ ഭാര്യ അവനെ വഞ്ചിക്കുകയായിരുന്നുവെന്ന്. തുടർന്ന് മൂവർക്കുമിടയിൽ ഒരു വലിയ വാക്കേറ്റം തന്നെ ഉണ്ടായി. പക്ഷെ അതൊരു സാധാരണ തർക്കമായിരുന്നില്ല, അതൊരു വലയായിരുന്നു. യോഗേഷിനായി കുരുക്കിയ ഒരു മരണവല. അപ്പോൾ തന്നെ മറഞ്ഞിരുന്ന ചന്ദ്രപാലും പ്രവീണും പുറത്തേക്ക് വന്നു. അവരുടെ കയ്യിൽ ഒരു പേപ്പർ കട്ടർ ഉണ്ടായിരുന്നു. ചെറുതായി തോന്നുന്ന പക്ഷേ മരണകാരണമാകുന്ന ഒരായുധം. ഒട്ടും താമസിയാതെ യോഗേഷിന്റെ കഴുത്തിൽ തന്നെ അവർ ആക്രമിച്ചു. ഇത് തൻ്റെ അവസാന നിമിഷമാണെന്ന് യോഗേഷ് മനസ്സിലാക്കുകയും ചെയ്തു. ജീവൻ രക്ഷിക്കാൻ അയാൾ ഓടി, ഒരുപാട് പോരാടി. പക്ഷേ അവൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഇവരാണെങ്കിൽ 3 പേരുണ്ട്. അവൻ ഓടിയപ്പോൾ പുറകെ പിന്തുടർന്നു, പിടികൂടി. അവരുടെ പദ്ധതി അനുസരിച്ച് തന്നെ യോഗേഷിനെ കൊല്ലുകയും ചെയ്തു. ശരീരം കാട്ടിലെ പുല്ലിനടിയിൽ മറച്ചു വെച്ചു. മൊബൈൽ ഫോൺ കൈവശം തന്നെ വെച്ചു. ട്രേസ് ഒന്നും കിട്ടാതിരിക്കാനായി മോട്ടോർ സൈക്കിൾ അവിടെ തന്നെ ഉപേക്ഷിച്ചു. സംഭവത്തിന് ശേഷം പൂജ വളരെ ശാന്തയായി വീട്ടിലേക്ക് പോയി. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ കുട്ടികളുടെ കൂടെ ചെന്നിരുന്ന് അവരെ സ്നേഹത്തോടെ ഇങ്ങനെ തഴുകി, ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചു. സത്യത്തിൽ ആ സമയം അവളുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത? ഈ കുട്ടികളുടെ അച്ഛനെ കൊന്ന ഒരാളാണ് അവൾ. അവൾക്ക് എങ്ങനെ കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കാൻ സാധിച്ചു? അതൊരിക്കലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യോഗേഷ് വീട്ടിൽ വന്നില്ല. ഇതൊക്കെ അവന്റെ സഹോദരങ്ങളും ബന്ധുക്കളും അയൽവാസികളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ ഓരോ ദിവസവും അച്ഛനെവിടെ എന്ന് ചോദിക്കുന്നുണ്ട്.
പൂജ മാത്രമാണ് എല്ലാം സാധാരണ രീതിയിലാണെന്ന് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 2025 ഒക്ടോബർ മാസം 2-ന് ഒരു 8 ദിവസം കഴിഞ്ഞിട്ട് പൂജ ലിങ്ക് റോഡ് പോലീസ് സ്റ്റേഷനിലെത്തി ഒരു മിസ്സിംഗ് പേഴ്സൺ പരാതി നൽകി. അങ്ങനെ ഒരു പരാതി പോലും അവൾ നൽകിയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരൊക്കെ അവളെ സംശയത്തിൻ്റെ നിഴലിൽ കാണും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും ഒന്നും മറയാൻ വേണ്ടി മാത്രം ഒരു പേരിന് അവളൊരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു. അവൾ പോലീസിനോട് പറഞ്ഞത് ഭർത്താവ് യോഗേഷ് വീട്ടിൽ നിന്നും പോയിട്ട് ഇതുവരെ തിരികെ വന്നിട്ടില്ല. പോലീസാണെങ്കിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് വളരെ തീവ്രമായി തന്നെ യോഗേഷിനെ അന്വേഷിക്കാൻ തുടങ്ങി. ഇത്ര നല്ലതായ ഒരു അന്വേഷണം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒക്ടോബർ മാസം 8-ന് ഈ കേസിന്റെ ദിശ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കണ്ടെത്തലുണ്ടായി. പിൽഖോയിലെ സരസ്വതി മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഒരു കാട്ടുപ്രദേശത്ത് ചെടികൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്ന നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് യോഗേഷിന്റെ ശരീരമാണെന്ന് സ്ഥിരീകരിച്ചു. അയാളുടെ ശരീരത്തിലും കഴുത്തിലും കുത്തേറ്റ മുറിവുകളും പോരാട്ടത്തിന്റെ വ്യക്തമായ അടയാളങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതൊരു സാധാരണ മിസ്സിംഗ് കേസ് അല്ല, ഇതൊരു കൊലപാതകമാണെന്ന് അപ്പോൾ പോലീസ് ഉറപ്പിച്ചു. അതിനുശേഷം അന്വേഷണം വളരെ പ്രൊഫഷണൽ രീതിയിൽ നടന്നു. ACP ആയ ശ്വേത കുമാരി യാദവിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ആദ്യം യോഗേഷിന്റെ ഫോൺ റെക്കോർഡ്സ് പരിശോധിച്ചു. CDR അനാലിസിസ് നടത്തിയപ്പോൾ 2025 സെപ്റ്റംബർ മാസം 24-ന് അയാളുടെ അവസാന ലൊക്കേഷൻ പിൽഖ്വ പ്രദേശത്താണ് കണ്ടെത്തിയത്. തുടർന്ന് ഈ പൂജയുടെ ഫോൺ റെക്കോർഡുകളും പരിശോധിച്ചു. അവിടെ നിന്നാണ് ആശിഷ് എന്ന പേര് പുറത്തു വരുന്നത്. കാട്ടുപ്രദേശം സ്കാൻ ചെയ്യാൻ പോലീസ് ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചു. ഓരോ ചെറിയ തെളിവുകളും വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. ക്രമേണ ഈ സംഭവത്തിൻ്റെ പൂർണ്ണ ചിത്രം വ്യക്തമായി. യോഗേഷിനെ അവിടെ വിളിച്ചു വരുത്തിയത് പൂജയായിരുന്നു. അവിടെ ആശിഷും ഉണ്ടായിരുന്നു. അവരോടൊപ്പം 2 കോൺട്രാക്ട് കില്ലേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊരു യാദൃശിക കുറ്റകൃത്യമൊന്നുമല്ല, ഇത് മുൻകൂട്ടി പദ്ധതിയിട്ടൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. 2025 ഒക്ടോബർ മാസം 11-ന് ഒരു പ്രത്യേക ഓപ്പറേഷനിലൂടെ പോലീസ് പൂജയെയും ആശിഷിനെയും അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിലെടുത്ത ശേഷം കടുത്ത ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചു. പൂജ സമ്മതിച്ചു അവൾ എങ്ങനെയാണ് യോഗേഷിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ. ആശിഷും പറഞ്ഞു യോഗേഷിനെ കൊല്ലാൻ ചന്ദ്രപാലിന് 1 ലക്ഷം രൂപ നൽകിയെന്ന്. യോഗേഷിന്റെ മൊബൈൽ ഫോൺ ആശിഷിന്റെ കയ്യിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. ഇതോടെ ശക്തമായ തെളിവുകൾ ലഭിച്ചു. കേസ് ഇപ്പോൾ പൂർണ്ണമായും വ്യക്തമായി. എങ്കിൽ ആ 2 പേർ ഇപ്പോഴും ഒളിവിലാണ്, ചന്ദ്രപാലും പ്രവീണും. യോഗേഷിനെ നേരിട്ട് കൊലപ്പെടുത്തിയ കോൺട്രാക്ട് കില്ലേഴ്സ്. പോലീസ് ഇപ്പോഴും അവരെ തിരയുകയാണ്. കേസ് വലിയ തോതിൽ ഫുള്ളായി സോൾവ് ആയില്ലെങ്കിൽ കൂടിയും ഈയുടെ ഏറ്റവും വലിയൊരു ദുരന്തം യോഗേഷിന്റെ കുടുംബത്തിനാണ് സംഭവിച്ചത്. 2 ചെറിയ കുട്ടികൾ, ഇപ്പോൾ അവർ അനാഥരാണ്. അച്ഛൻ മരിച്ചു, അമ്മയാണെങ്കിൽ ജയിലിൽ. അമ്മയാണ് സ്വന്തം ഭർത്താവിനെ കൊന്നത്. ഇനി ആ കുട്ടികൾ ആരായിരിക്കും സംരക്ഷിക്കുക? യോഗേഷിന്റെ സഹോദരങ്ങളാണോ? വയസ്സായ മാതാപിതാക്കളാണോ? ഈയൊരു ദുരന്തം ഒരു വ്യക്തിയുടേതല്ല, ഒരു മുഴുവൻ കുടുംബത്തിന്റെ നാശമാണ്. വെറും ഒരു ലസ്റ്റ്, സ്വാർത്ഥത. ഇവയുടെ പേരിൽ ഒരു സ്ത്രീ സ്വന്തം കുട്ടികളുടെ ഭാവി തന്നെ നശിപ്പിച്ചു. ചുറ്റുമുള്ളവർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ചിലർ പൂജയെ സൈക്കോപാത്ത് എന്നൊക്കെ വിളിച്ചു. ചിലർ സമൂഹത്തിലെ നല്ല മൂല്യങ്ങളെ നശിപ്പിച്ചവളാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇനി യോഗേഷ് ഒരിക്കലും തിരികെ വരില്ല. പൂജയും ആശിഷും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കേസിൽ ഇപ്പോൾ കോടതി നടപടികളൊക്കെ നടക്കുകയാണ്. ഈ നിയമപ്രക്രിയ ഒരു പക്ഷേ മാസങ്ങളും വർഷങ്ങളും നീണ്ടേക്കാം. പക്ഷെ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, യോഗേഷിൻ്റെ 2 മക്കൾ അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെടുത്തി. ഒരാളെ മരണത്തിലൂടെയും മറ്റൊരാളെ ജയിലിലൂടെയും. ഈ ഒരു കേസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇതൊരു പ്രണയമൊന്നുമല്ല, ഒരു സ്വാർത്ഥത, ഒരു ലസ്റ്റ്, ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ എന്താണ് ഇതിനെ പറയേണ്ടത്? സത്യത്തിൽ ഈ ബന്ധങ്ങളെയൊക്കെ ഇനി ഒരു പുതിയ പേര് കണ്ടെത്തണം. എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് അവസാനം വന്നു നിൽക്കുന്നതോ ക്രൈമിലാണ്. നമ്മുടെ ചാനലിലെ ഭൂരിഭാഗം വീഡിയോസും ഒരുപക്ഷെ ഇതുപോലുള്ളതായിരിക്കാം, കൊലപാതകം. എന്നാൽ കാരണം അന്വേഷിക്കുമ്പോൾ അവിടെ ഉണ്ടാകും ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ്. പൂജയ്ക്ക് വേണമെങ്കിൽ നിയമപരമായി ഡിവോഴ്സ് നേടാമായിരുന്നു. ഡിവോഴ്സ് അവൾ ആവശ്യപ്പെട്ടു, ഭർത്താവ് നൽകിയില്ല. ഭർത്താവ് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നൽകുകയില്ല എന്ന് അവൾക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നുവെന്നുണ്ടെങ്കിൽ അവൾക്ക് കോടതിയെ സമീപിക്കാമായിരുന്നു. കോടതിയെ നിയമമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവൾ തിരഞ്ഞെടുത്തത് വളരെ ഷോർട്ട് കട്ടായിരുന്നു, കൊലപാതകമാണ്. അവസാനം ലഭിച്ചതോ ജയിൽവാസവും സ്വന്തം കുട്ടികളിൽ നിന്നുള്ള എന്നേക്കുമായൊരു വേർപാടും. ആശിഷും സന്തോഷം പ്രതീക്ഷിച്ചായിരിക്കാം എങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ അവന് ലഭിച്ചതോ ജയിലാണ്. സ്വന്തം ജീവിതം സ്വയം നശിപ്പിച്ചു. ഇനി ഏറ്റവും വലിയൊരു ചോദ്യം, അവർക്ക് ഒരിക്കലെങ്കിലും ഒരു കുറ്റബോധം തോന്നുമോ എന്നുള്ളതാണ്. ഇതിന് മറുപടി കാലം തന്നെയാണ് നൽകേണ്ടത്. സമയം ഇതിന് തീർച്ചയായും മറുപടി നൽകും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ആയിരിക്കും
മറ്റൊരുപാട് പേരിലേക്ക് വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.